ഒരുപാട് അജണ്ടകൾ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ ചുരുക്കം. നിലവിലെ നമ്മുടെ രാജ്യത്തിനകത്തെ രാഷ്ട്രീയ സാഹചര്യം അതിലൂടെ നമ്മുടെ മുമ്പിൽ വന്നു ചേരുന്ന പൊള്ളുന്ന കുറേ യാഥാർത്ഥ്യങ്ങൾ സമാധാനത്തിലും രാജ്യത്തിൻ്റെ അഖണ്ഡതയിലും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഏറെ ഉത്കണ്ഠയുണ്ടാക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാനിങ്ങനെ ഒരു പരാമർശം ഇപ്പോൾ നടത്തുന്നുണ്ടെങ്കിലും ആ പരാമർശത്തെ ഫലപ്പെടുത്തുന്ന വിശകലനങ്ങളിലേക്ക് പോകാൻ എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്തിൻ്റെ വിസ്തൃതിക്കകത്ത് സാധ്യമല്ല. ആകെ ആ വിഷയത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ബീഹാറിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജനകീയ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളും, ആസാമിൽ ഒരു ജനസമൂഹത്തെ തന്നെ തുടച്ച് വൃത്തിയാക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കുൽസിത നീക്കങ്ങളും നമ്മുടേതുപോലെയുള്ള ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാക്കുന്ന നീക്കങ്ങളാണ് എന്നു മാത്രമാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം, സായാഹ്ന പ്രാർത്ഥനയ്ക്ക് ശേഷം ആ വിഷയകമായി ഒരു പ്രമേയം ഇവിടെ അവതരിപ്പിക്കപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മുമ്പിലുള്ള ഹൃദയമുള്ള ഏതൊരു മനുഷ്യനെയും ആഴത്തിൽ വേദനിപ്പിക്കുന്ന വീഡിയോകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ മനസാക്ഷിയുള്ള ഒരാൾക്കും കണ്ടിരിക്കാൻ കഴിയാത്ത, അക്ഷരാർത്ഥത്തിൽ തന്നെ കരളലിയിപ്പിക്കുന്ന ദൃശ്യങ്ങൾ, സംഭവങ്ങൾ, അനുഭവങ്ങൾ ഗസ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശത്ത് നിന്ന് നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിനെ സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ പാലിക്കപ്പെടുന്ന ചട്ടങ്ങളും സമ്പ്രദായങ്ങളും മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഹമാസിൻ്റെ പക്ഷത്ത് അണിനിരന്നിട്ടുള്ള ആളുകളുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ, തൂഫാനുൽ അക്സക്ക് ശേഷം ഇതുവരെയുള്ള അനുഭവങ്ങൾ വെച്ച് നമുക്ക് പറയാനാവുക, ഇസ്രായേലിന് അവരുടെ പ്രതിയോഗികളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ്. പക്ഷേ അതുകൊണ്ട് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരുവിധ മനുഷ്യത്വവും പരിഗണിക്കാതെ ആശുപത്രികളുടെ മുകളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുകളിൽ, അഭയാർത്ഥികളായി കഴിഞ്ഞുകൂടുന്ന പിഞ്ചു കുട്ടികളും സ്ത്രീകളും വൃദ്ധജനങ്ങളും രോഗികളും ഉൾപ്പെടെയുള്ള ആളുകളുടെ ടെൻറ്റുകളുടെ മീതെ വന്ന് ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്നവരെ നേരെ വരെ ആക്രമണം അഴിച്ചുവിടുന്ന, ക്രൂരതയുടെ പര്യായമായി എക്കാലത്തും പറയാനും ഉപയോഗിക്കാനും പറ്റുന്ന തരത്തിൽ ഇന്ന് രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെ ചെയ്തികൾ എല്ലാ പരിധികളും വിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരിൽ ലോക മനസാക്ഷിയെ തന്നെ ഉണർത്തുക എന്ന ഒരു ദൗത്യം മനുഷ്യത്വമുള്ള മുഴുവൻ സമൂഹങ്ങളിൽ നിന്നും ഈ സന്ദർഭം തേടുന്നു എന്ന് പറയേണ്ടതായിട്ടുണ്ട്. ഇത് യുദ്ധമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഭക്ഷണവും ചികിത്സയും പച്ചവെള്ളവും പോലും ഒരു ജനതക്ക് തടയുക എന്നത് യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു എത്തിക്സിനും ഒരിക്കലും ചേരാത്ത കാര്യമാണ്. ആ വിഷയത്തെയും ഈ സമ്മേളനം
അർഹിക്കുന്ന ഗൗരവത്തിൽ അഡ്രസ്സ് ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തെ സംബന്ധിച്ചും വിസ്തരിച്ചെന്തെങ്കിലും പറയൽ, പ്രതിപാദിക്കൽ എൻ്റെ സംസാരത്തിൻ്റെ നിശ്ചയിക്കപ്പെട്ട വിഷയങ്ങളുടെ പരിധിയിൽ വരുന്നതല്ല. ഒരു സമ്മേളനം, ഒരു സായാഹ്നത്തിൽ ഉദ്ഘാടകൻ എന്ന നിലക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിനെ സംബന്ധിച്ചൊക്കെയുള്ള ചില പരാമർശങ്ങൾ നടത്താതിരിക്കുന്നത് അനുചിതമായി പോകും എന്ന് വിചാരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അതേ സംബന്ധിച്ചും ഞാനിപ്പോൾ ചില കാര്യങ്ങൾ, ചില പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. ഈ സമ്മേളനത്തിൻ്റെ പശ്ചാത്തലം നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ മുമ്പിൽ ഉയർന്നു വന്ന രാഷ്ട്രീയ സാഹചര്യവും കൂടിയാണ് എന്ന് നേരത്തെ ഇവിടെ പറഞ്ഞു വെച്ചതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. നിലമ്പൂരിലെ ഇലക്ഷന് മാത്രമല്ല, 2019 ശേഷം നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അതിൻ്റെ അത് പൊതു തെരഞ്ഞെടുപ്പുകളാവട്ടെ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുകളാവട്ടെ, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ആ തെരഞ്ഞെടുപ്പ് ചർച്ചകളുടെ ഒരു കേന്ദ്ര ആശയമായി കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ടെർമിനോളജികളല്ല, അവർക്ക് പ്രയോജനമുണ്ടാക്കാൻ വേണ്ടി ആവിഷ്കരിച്ച മറ്റ് ചില പ്രയോഗങ്ങളാണ്. അവരുടെ ടെർമിനോളജികൾ, സാങ്കേതിക പദാവലികൾ ഇപ്പോൾ അവർക്ക് പരിചയം തന്നെ ഇല്ല. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം, ഗോവിന്ദമാഷക്ക് അത് പറയുമെന്ന് തന്നെ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളെന്നെ ബാക്കി ഉണ്ടാവുമെന്ന് സംശയമാണ്. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം അല്ലെങ്കിൽ മിച്ചമൂല്യ സിദ്ധാന്തം, ഇങ്ങനെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് നമ്മൾ മുമ്പ് ആത്മാർത്ഥമായിട്ട് തന്നെ ഇതെന്താണ് സാധനം, ഈ മാർക്സിസം. അപ്പോൾ പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് ഉൽപാദനോപകരണങ്ങൾ പൊതുമേഖലയിലായിരുന്നു എന്നാണ് കണ്ടുപിടുത്തം. എല്ല്, കല്ല്, മുള്ള് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണല്ലോ കിഴങ്ങുകൾ മാന്തിയെടുത്തിരുന്നതും മൃഗങ്ങളെയും മറ്റും കൊല ചെയ്ത് ഭക്ഷണത്തിന് ഉപയോഗിച്ചിരുന്നതും. അപ്പോൾ ഉൽപാദനോപകരണങ്ങൾ പൊതുമേഖലയിലായിരുന്നു, സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലായിരുന്നില്ല. ആ പ്രിമിറ്റീവ് കമ്മ്യൂണിസത്തിൽ നിന്ന് പിന്നീട് സ്ലേവറിയിലേക്ക്, ഫ്യൂഡലിസത്തിലേക്ക്, സ്ലേവറിയിലേക്ക്, മുതലാളിത്തത്തിലേക്ക് അത് വളർന്ന് വികസിച്ച് വീണ്ടും സയന്റിഫിക് സോഷ്യലിസത്തിലേക്ക് അഥവാ കമ്മ്യൂണിസത്തിലേക്ക് എത്തും എന്നാണ് തിയറി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ കുറേ സിദ്ധാന്തങ്ങളും കാഴ്ചപ്പാടുകളും തത്വങ്ങളും ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു ഐഡിയോളജി എന്ന നിലക്ക് ഒരു സംഘടനയായി മുന്നോട്ട് പോകാൻ തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഈ പറയപ്പെട്ട ദർശനങ്ങൾ ഒരു വഴിക്കും ഇതിൻ്റെ പ്രാക്ടീസ് മറ്റൊരു വഴിക്കുമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പുരോഗമിച്ചിട്ടുള്ളത്. അതാണ് പിന്നെ അതാണ് പിന്നെ വന്ന് പെരിസ്ട്രോയിക്കയിലും ഗ്ലാസ്നോസ്തിലും എത്തിയത്. അന്നേ ഞങ്ങൾ ഈ സഖാക്കളോട് ചോദിച്ചിരുന്നു, ഈ പശ്ചാത്തലങ്ങളെല്ലാം മുമ്പിൽ വെച്ചുകൊണ്ട് ഇത്ര പെരിയ തോതിലുള്ള ഒരു പെരിസ്ട്രോയിക്ക നടത്താൻ നിങ്ങൾക്ക് ആർജവമില്ലെങ്കിൽ ഒരു ചെറുസ്ട്രോയിക്കയെങ്കിലും നടത്തി ഈ പാർട്ടിയെ ഈ പതിതാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള വല്ല പദ്ധതിയെ സംബന്ധിച്ചും ചിന്തിക്കേണ്ടതില്ലേ എന്ന്. അപ്പൊ ഞാൻ പറയുന്നത്, ഇത് യഥാർത്ഥത്തിൽ ഒരു വൈരുദ്ധ്യാധിഷ്ഠിത വാദത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്ന കേവല ഭൗതികതയെ അവലംബിച്ച് നിലനിൽക്കുന്ന ഒരു പാർട്ടിക്ക് സ്വാഭാവികമായി പ്രകൃത്യാ തന്നെ സംഭവിക്കാവുന്ന ഒരു പരിമിതിയാണ്. നമുക്കതിൽ അത്ഭുതമില്ല. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ബാഹ്യമായ ഈ ആകാരവടിവ് മാത്രമല്ല. മനുഷ്യൻ എന്ന് പറയുന്നത് ശാസ്ത്രത്തിന്റെ കണക്കുകൂട്ടലുകൾക്കും കൂട്ടിക്കിടുക്കലുകൾക്കും വിലയിരുത്തലുകൾക്കും അപ്പുറത്ത് ചില ഘടനാവിശേഷങ്ങൾ കൂടിയുള്ള ഒരു പ്രതിഭാസമാണ്. അപ്പോൾ അവന് ആത്മാവിൻ്റെ തേട്ടങ്ങളും അവന് ആമാശയത്തിൻ്റെ വിശപ്പുമുണ്ട് എന്നത് രണ്ടും ഒരുപോലെ അംഗീകരിക്കേണ്ടതായിട്ട് വരും. അവൻ്റെ അകം ശുദ്ധീകരിക്കുന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കുന്ന അതേ സിദ്ധാന്തത്തിന് തന്നെ അവൻ്റെ പുറം മെച്ചപ്പെടുത്താനും കഴിയുമെങ്കിൽ മാത്രമേ അവർക്ക് മനുഷ്യനെ ഏറ്റെടുക്കാനാവൂ എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. പക്ഷെ ഈ തരത്തിലുള്ള ഒരു ഗൗരവപ്പെട്ട ആലോചനകൾ, മനുഷ്യ ജീവിതത്തിൻ്റെ ഗതി നിർണയിക്കുന്ന പ്രധാനപ്പെട്ട വിശകലനങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അജണ്ടയിൽ ഇന്ന് വലിയ ഒരളവിലില്ല എന്നാണ് വ്യക്തിപരമായി എൻ്റെ നിരീക്ഷണം. തത്വങ്ങൾ കുറെ എട്ടിലുണ്ട്, പക്ഷെ അത് പ്രയോഗവൽക്കരിക്കപ്പെടുമ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. കാരണം അത് മനുഷ്യൻ്റെ അറിവിൻ്റെ കേവല അറിവുകളെ അവലംബിച്ചുകൊണ്ട് ആവിഷ്കരിക്കപ്പെട്ടതാണ്.
പഞ്ചേന്ദ്രിയങ്ങളുടെ അറിവ് എന്ന് നമ്മൾ സാധാരണ പറയുമല്ലോ. മനുഷ്യന് അറിവാർജിക്കാനുള്ള സാധാരണയായ മാർഗം അതാണ്. കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നു, കേട്ടറിയുന്നു, തൊട്ടറിയുന്നു, മണത്തറിയുന്നു, രുചിച്ചറിയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ ഓരോന്നിനെ സംബന്ധിച്ചും അഭിപ്രായം രൂപീകരിക്കുന്നു. ആ അഭിപ്രായ രൂപീകരണത്തിന് മനുഷ്യനോളം തന്നെ പരിമിതി ഉണ്ടാകും എന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചനാഥൻ ഭൂമിയിൽ മനുഷ്യൻ സ്വന്തം നിലക്ക് പഞ്ചേന്ദ്രിയങ്ങളുടെ അറിവുകളെ അവലംബിച്ച് ജീവിത പദ്ധതി തയ്യാറാക്കി അതനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നിമിഷം പോലും അനുവദിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. പഞ്ചേന്ദ്രിയങ്ങളുടെ അറിവിനെ അവലംബിച്ച് മനുഷ്യൻ മുന്നോട്ട് പോകുന്ന ഒരു നിമിഷവും ഭൂമുഖത്തുണ്ടാകരുത് എന്ന് പ്രപഞ്ചനാഥന് നല്ല നിഷ്കർഷയുള്ളത് കൊണ്ട് ഒന്നാമത്തെ മനുഷ്യൻ തന്നെ ഒന്നാമത്തെ പ്രവാചകനായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ മനുഷ്യൻ ഒന്നാമത്തെ പ്രവാചകനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭൂമുഖത്തും മനുഷ്യവാസം ആരംഭിച്ചത് മുതൽ തന്നെ ദൈവിക മാർഗദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇതൊക്കെ വ്യതിചലനങ്ങളാണ്. ആ വ്യതിചലനങ്ങൾക്ക്, ആ വഴിവിട്ട യാത്രകൾക്ക്, ആ ക്രമം തെറ്റിയ രീതികൾക്ക്, മനുഷ്യന്റെ മേൽ മനുഷ്യന്റെ സ്വതന്ത്രമായ ആവിഷ്കാരങ്ങൾക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. ഞാൻ ആ തലത്തിലേക്ക് ഇപ്പോൾ വേണമെങ്കിൽ എൻ്റെ സംസാരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് കുറച്ചുകൂടി വരാം. ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ഒരു വിശകലനം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനല്ല. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്, വിശേഷിച്ച് അതിന് നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അണികൾക്കൊരു പ്രതീക്ഷ കൊടുക്കാൻ വേണം. അവരെ ആവേശപ്പെടുത്തുന്ന എന്തോ സ്വപ്നം വേണം. നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്നൊരു കാലത്ത് അവർ പാട്ടുപാടുമ്പോൾ സഖാവ് EMS പോലുള്ളവർ മുതൽ തുടങ്ങി AKG ഉൾപ്പെടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മോട് വിട പറഞ്ഞു പോയ സഖാവ് VS ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ ജീവിതം തന്നെ ഈ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ മുഴുവനും ഓമിച്ചുകൊണ്ട് ഈ പ്രത്യയശാസ്ത്ര സമത്വ സുന്ദരമായ ഒരു പുതിയ ലോകം വരും എന്ന പ്രതീക്ഷയോടെ അണികളെ നയിച്ച കാലം, അത് യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ട് തന്നെ അവർ വിശ്വസിച്ചിരുന്നു ഈ പറയുന്നതൊക്കെ ഇങ്ങനെ പുലരാൻ പോവുകയാണ് എന്ന്. നേരത്തെ ഞാൻ പറഞ്ഞു, ഉൽപാദനോപകരണങ്ങൾ പൊതുമേഖലയിൽ പൊതുവായിരിക്കണം. അത് ഏതെങ്കിലും ശക്തികളുടെ, വ്യക്തികളുടെ, കമ്പനികളുടെ ഉടമസ്ഥതയിലാവാൻ പാടില്ല. അപ്പോൾ ആ ഒരർത്ഥത്തിലുള്ള ഒരു സോഷ്യലിസ്റ്റ് സുന്ദര രാജ്യം പുലരും എന്നവർ പ്രതീക്ഷിച്ചു. അങ്ങനെ നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവർ സംഘടിച്ചു. നമ്മുടെ വയലാറൊക്കെ പറഞ്ഞതുപോലെ പണി ചെയ്യുന്നൊരതുങ്ങൾക്കുണ്ടായി തമ്മിൽ പറയാൻ കാര്യങ്ങൾ. അങ്ങനെ ഈ നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത തൊഴിലാളികൾ ഇരുന്ന് ചിന്തിച്ച് അസ്വസ്ഥത പൂണ്ട് അസ്വസ്ഥതകൾക്ക് പരിഹാരം ഈ പാർട്ടി നൽകുന്ന ഈ സ്വപ്ന പദ്ധതിയിലുണ്ടെന്ന് ആവേശം കൊണ്ട് അതിലെത്തിച്ചേർന്നു. കുറെ വർഷങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ മാത്രമല്ല സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നിടത്തെല്ലാം എന്ത് സംഭവിച്ചു? നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവരിൽ നിന്ന് നഷ്ടപ്പെടാൻ പലതുമുള്ള നേതാക്കളുണ്ടായി. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവരിൽ നിന്നും നഷ്ടപ്പെടാൻ പലതുമുള്ള നേതാക്കൾ ഉണ്ടാവുകയും തൊഴിലാളി വർഗ സർവാധിപത്യം എന്നത് തൊഴിലാളി വർഗ പാർട്ടിയുടെ ഏകാധിപത്യമായി മാറുകയും തൊഴിലാളി വർഗ പാർട്ടിയുടെ ഏകാധിപത്യം പിന്നീട് തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവിൻ്റെ സമഗ്രാധിപത്യമാവുകയും ആ സമഗ്രാധിപത്യം ഏത് നിമിഷവും സ്വേച്ഛാധിപത്യത്തിലേക്ക് വഴിമാറുകയും ചെയ്യും എന്ന് നമുക്ക് മാവോ സേതുങ്ങോ അല്ലെങ്കിൽ സ്റ്റാലിനെയോ ഒക്കെ സംബന്ധിച്ച് പഠിക്കേണ്ടി വരുമ്പോൾ മനസ്സിലായി പോകുന്നു. അങ്ങനെയാണ് യാഥാർത്ഥ്യം എന്ന് വരുമ്പോൾ ഈ ഒരു സ്വപ്ന പദ്ധതിയിൽ എല്ലാ കാലവും അണികളെ തൃപ്തിപ്പെടുത്തി നിർത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ടായി. അതിന് മാത്രം വ്യാഖ്യാനിച്ചും വിശദീകരിച്ചും സംഭവങ്ങളെ വളച്ചും വക്രീകരിച്ചും ഒക്കെ ഈ പ്രത്യയശാസ്ത്രത്തിന് ബലം നൽകുന്ന രീതിയിൽ സമർപ്പിക്കാൻ ശേഷിയുള്ള, ദൈക്ഷണിക ശേഷിയുള്ള നേതാക്കന്മാരുടെ അഭാവവും കൂടിയായപ്പോൾ ഈ സ്ഥിതിവിശേഷം എല്ലാ പിടിയും വിട്ടു എന്ന് പറയുകയാണ് പിന്നെ വേണ്ടത്. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, അന്നത്തെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ഒരു പൊട്ടീസ്, ഇങ്ങനെ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് വന്നു. പണ്ട് നമ്മുടെ ഇപ്പം ഈ വളാഞ്ചേരി അല്ലെങ്കിൽ ഈ ഭാഗത്ത് ആ ഭാഗത്തൊക്കെയുള്ള ആളുകൾ ഈ സദസ്സിലുണ്ടാവും. ഞാൻ ഓർക്കുന്നത് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ആളുകൾ പരക്കെ പറഞ്ഞിരുന്നു. അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇത്രത്തോളം സോഷ്യലായിട്ടില്ല.
പക്ഷേ അന്ന് ഇത്ര ആളുകൾ പറഞ്ഞിരുന്നു കൊളംബ് മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇറങ്ങുന്നുണ്ട്. ഇതിൽ രാത്രിയാകുമ്പോൾ കൊളംബ് മനുഷ്യനെ അവിടെ കണ്ടു ഇവിടെ കണ്ടു, എന്നാൽ എവിടെ കണ്ടു എന്ന് കൃത്യമായിട്ട് പറയാനും പറ്റൂല. അങ്ങനത്തെ ഒരു അന്തരീക്ഷം. അപ്പോൾ ആളുകൾക്ക് പുറത്തിറങ്ങാൻ പിന്നെ അങ്ങാടിയിലൊക്കെ പോയി സൊറ പറഞ്ഞിരുന്ന പുരുഷന്മാർക്ക് അങ്ങനെ ഒരു പേടി എന്ന് പറഞ്ഞുകൂടാ, പക്ഷെ ഒരു ഭയം. അതുകൊണ്ട് അവർ വരെ ആ ഒരു വൈകുന്നേരമാകുമ്പോഴേക്ക് വീടണയുന്ന സ്ഥിതിവിശേഷം. സ്ത്രീകളും കുട്ടികളും ഒക്കെ ആകെ കൂടി ഈ ഒരു ഭീഷണാന്തരീക്ഷത്തിൻ്റെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കഴിഞ്ഞു പോയ കഥകൾ ഉണ്ടാവാറുണ്ട് ഗ്രാമങ്ങളിൽ. കൊളംബ് മനുഷ്യന്മാർ അല്ലെങ്കിൽ അത്ഭുത ജീവികൾ, അങ്ങനെ പലതും എന്ന് പറഞ്ഞ മാതിരി എന്തോ ഒരു അത്ഭുത പ്രതിഭാസത്തെ പുറത്തിറക്കണം. അപ്പോഴാണ് മതരാഷ്ട്രവാദം എന്ന പ്രയോഗം വരുന്നത്. ഈ കൊളംബ് മനുഷ്യനെ പോലെ തൽക്കാലം കാര്യം നടത്താൻ ഓരോ പ്രയോഗങ്ങൾ ആവിഷ്കരിക്കേണ്ടിടത്തേക്ക് പാർട്ടി എത്തുകയാണ്. എന്നിട്ടിതാ ഭീകരമായ എന്തോ സംഭവം വരാൻ പോകുന്നു എന്ന നിലക്ക് സ്വന്തം അണികളെ മാത്രമല്ല, ഈ സമാധാനപൂർവം സഹവർത്തിത്വത്തോടെ കഴിഞ്ഞുകൂടിയ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഒരു ഭീതി ജനിപ്പിക്കുകയാണ്. ആരാണ് ഈ ഭീതി ജനിപ്പിക്കുന്നത്? ആരെങ്കിലും അല്ല. അപ്പൊ നിലമ്പൂര് വന്നിട്ട് പ്രസംഗിക്കുന്നത് 3 പ്രധാന വേദികളിൽ പ്രസംഗിച്ച നമ്മുടെ മുഖ്യമന്ത്രി, ഈ രാജ്യം ഭരിക്കുന്ന, ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇതേ ഇങ്ങനെ ഒരു വിപത്ത് വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞു നടക്കേണ്ട ആളല്ലല്ലോ. അത് ഇത്രയും ഗൗരവപ്പെട്ടൊരു പ്രശ്നം, ഈ ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക്കിന്റെ നിലനിൽപ്പിനെ തന്നെ അപകടപ്പെടുത്തുന്ന ഇത്രയും ഗൗരവപ്പെട്ട ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനെ അമർച്ച ചെയ്യേണ്ടതും നിർത്തേണ്ടതുമായ ഒരാളല്ലേ അദ്ദേഹവും അങ്ങനെ പ്രസംഗിച്ചടക്കാൻ തുടങ്ങിയ പിന്നെ എന്ത് ചെയ്യും? അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഇന്ന് ആ പാർട്ടി എത്തിയ ആശയപ്പാപ്പരത്വത്തിന്റെ ആഴം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരളവുകോല് മാത്രമാണ് എന്നാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് പക്ഷേ അങ്ങനെ തൽക്കാലത്തേക്ക് ഇന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകുമെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ, നാളത്തെ കാര്യം നാളെ ആലോചിക്കാം എന്ന മട്ടിൽ ഗൗരവപ്പെട്ട ഉള്ളടക്കമുള്ള ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ മനുഷ്യർ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മതനിരപേക്ഷ ചേരിയുടെ മുന്നണി പോരാളികൾ എന്ന് കരുതപ്പെടുന്ന ഒരു സംഘടന ഇങ്ങനത്തെ കളിച്ചാൽ അതിൻ്റെ അനന്തരഫലം ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തി ഈ മാർക്സിസ്റ്റ് പാർട്ടി സൃഷ്ടിക്കുന്ന ഇസ്ലാം ഭീതിയുടെ അനന്തരഫലം കേരളത്തിന്റെ സൗഹാർദ്ദാന്തരീക്ഷം തകരുക എന്നതായിരിക്കും എന്ന് ഇനിയെങ്കിലും സഖാക്കൾ ചിന്തിക്കണം. അതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗൗരവപ്പെട്ട വിഷയം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമുക്ക് ഇടതുപക്ഷവുമായിട്ട് അങ്ങനെ ശണ്ട കൂടിക്കൊണ്ടിരിക്കണമെന്നില്ല. ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക്, ഈ മാർക്സിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ളവർക്ക് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനും വോട്ട് വിനിയോഗിക്കാനും തുടങ്ങിയത് മുതൽ പല ഘട്ടങ്ങളിലും വോട്ട് നൽകിയിട്ടുണ്ട്. അതൊന്നും ചുളിവിൽ എന്തോ സ്വകാര്യ ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. കിട്ടുന്ന എന്ത് തുരുപ്പ് ഷീട്ടും എങ്ങനെ പ്രയോജനമാക്കി മാറ്റാം എന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കുന്ന പ്രസ്ഥാനമല്ല ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് അതിൻ്റെ ലക്ഷ്യം ഉത്കൃഷ്ടമായതുപോലെ അതിൻ്റെ മാർഗവും പവിത്രമായിരിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് അത് വോട്ട് വിൽപ്പന നടത്തിയിട്ടില്ല. നോക്കൂ നിങ്ങൾ, ഇത്രയുമൊക്കെ ഇവർ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് സഖാവ് ഗോവിന്ദൻ മാഷ്, അതിനു മുമ്പ് കോടിയേരി സഖാവ് ജീവിച്ചിരുന്ന കാലത്തും സെക്രട്ടറി ആയിരുന്ന കാലത്തും അദ്ദേഹം, ഇപ്പോൾ നമ്മുടെ പിണറായി സഖാവ്, ഇവരൊക്കെ മാറി മാറി ഇത്രമേൽ പ്രസംഗിച്ചിട്ടും ഇവരൊക്കെ മാറി മാറി ഈ 101 ഈ ക്ഷീരബലം ഉണ്ടല്ലോ, ക്ഷീരബലമാണോ അതല്ല ജമാഅത്തിനെ വിമർശിക്കുമ്പോൾ ഇടതുപക്ഷം ഉപയോഗിക്കുന്ന പോയിന്റുകളാണോ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചത് എന്നത് ഇനിയും പരിശോധിക്കേണ്ടതാണ്. അത്രയും ആവർത്തിച്ച് ദേശാഭിമാനിയിൽ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുന്നു. എഴുതുന്ന ആളുടെ പേരെ മാറ്റുന്നുള്ളൂ, ഉള്ളടക്കം കാര്യമായിട്ടൊന്നും മാറുന്നില്ല. പല ആളുകളും എഴുതിക്കൊണ്ടിരിക്കുന്നു. ഈ ഇരിക്കുന്നവരിൽ എത്ര ആൾ ദേശാഭിമാനി ശ്രദ്ധിക്കാറുണ്ട് എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഒരു വലിയ വിശകലനത്തിന് സമയം അനുവദിക്കാത്തത് കൊണ്ട് ആ വശത്തേക്ക് പോവുകയുമല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ മാറി മാറി ആവർത്തിച്ചുകൊണ്ട് ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ അജണ്ട, ഈ പ്രശ്നം കേരളീയ സമൂഹത്തിൽ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളും ഇസ്ലാമോഫോബിയയുടേതായ അന്തരീക്ഷം പല നിലക്ക് സൃഷ്ടിക്കപ്പെടുന്ന, എല്ലാ മതവിഭാഗങ്ങൾക്കിടയിലും അകലങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രം നിലനിൽക്കാൻ കഴിയുന്ന പല വിഭാഗങ്ങളും വളരെ കൊണ്ടുപിടിച്ച് പണിയെടുക്കുന്ന ഒരു നാടാണിപ്പോൾ കേരളം. പണ്ടത്തേതുപോലെയല്ല. സമാധാനത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും ഒരു ഉത്തമ തുരുത്ത് എന്ന് അങ്ങനെ ഒറ്റവാചകത്തിൽ പറയാൻ ഇപ്പോൾ നമുക്ക് കഴിയില്ല. ഈ അകലങ്ങൾ വർദ്ധിപ്പിക്കുന്ന പണിയാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ചെയ്യുന്നത്
എന്ന് നമുക്ക്, CPI അല്ല ഞാൻ ഉദ്ദേശിച്ചത്, മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വന്നിരിക്കുകയാണ്. പക്ഷേ അതിനപ്പുറം നമ്മൾ അവർക്ക് പിന്തുണ നൽകിയ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, പിന്തുണ നൽകിയ സന്ദർഭത്തിൽ തത്വങ്ങൾക്കാണ് പിന്തുണ നൽകിയത്. തത്വങ്ങൾക്ക് പിന്തുണ നൽകിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇവർ പുലഭ്യം പറയുമ്പോഴും ഇവർക്ക് അവരത് ചോദിച്ചു, ഇത് ചോദിച്ചു, ആ നേതാവ് ഇങ്ങനെ പറഞ്ഞു, മറ്റേ നേതാവ് ഇന്ന ഡിമാൻഡ് വെച്ചു എന്നൊന്നും പറയാൻ പറ്റാത്തത്. തത്വങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടുണ്ട്. ഇനിയും തത്വങ്ങളിൽ നിന്നുകൊണ്ട് പിന്തുണക്കുന്നതിന് ജമാഅത്തെ ഇസ്ലാമിക്ക് മടിക്കേണ്ട കാര്യവുമില്ല. തത്വങ്ങൾ എന്തൊക്കെയാണ്? മുതലാളിത്തത്തോടുള്ള സമീപനം, മുതലാളിത്ത സാമ്രാജ്യത്വം അരങ്ങുവാഴുമ്പോൾ മുതലാളിത്തത്തോടുള്ള സമീപനം, അതുപോലെ തന്നെ വികസനത്തോടുള്ള കാഴ്ചപ്പാട്, ഫാഷിസത്തോടുള്ള അവരുടെ നിലപാട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനം അതിൻ്റെ പ്രഖ്യാപിത തത്വങ്ങൾ ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിച്ച് അതിനോടുള്ള പ്രതിബദ്ധതയും കൂറും അരക്കിട്ടുറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഇലക്ഷനെ നേരിട്ട ഘട്ടത്തിൽ അതിവിടെ ബലപ്പെടുത്തപ്പെടേണ്ട പോയിന്റുകളാണ്, കാഴ്ചപ്പാടുകളാണ് എന്ന നിലക്ക് ജമാഅത്ത് അതിനെ പിന്തുണച്ചിട്ടുണ്ട്. ആ പിന്തുണ വോട്ട് രൂപത്തിൽ അവരുടെ പെട്ടികൾ എത്തിയിട്ടുമുണ്ട്. നമുക്ക് ഇന്നും അതിലൊരു കുറ്റബോധമില്ല. കാരണം നമ്മൾ നിലപാടുകളെയും തത്വങ്ങളെയുമാണ് പിന്തുണച്ചത്. ആ നിലപാടുകളിലേക്കും തത്വങ്ങളിലേക്കും ഇടതുപക്ഷ പ്രസ്ഥാനം, വിശേഷിച്ച് CPM തിരിച്ചു പോവുകയാണെങ്കിൽ സഹകരണത്തിന്റെ സാധ്യതകൾ ഇനിയും ഉണ്ടാവാം എന്ന് കരുതിക്കൊണ്ടേ ഇത്തരം രാഷ്ട്രീയ ചർച്ചകളെ കാണുകയും കേൾക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യാവൂ എന്നുകൂടി പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം, അവരുയർത്തിവിട്ട ചർച്ചകൾ, വിവാദങ്ങൾ, അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. നേരത്തെ കൊളംബ് മനുഷ്യൻ എന്ന് പറഞ്ഞതുപോലെ ഈ മതരാഷ്ട്രവാദം അത് പോയിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ CPM സെക്രട്ടറി പറഞ്ഞത് ഇവര് ഹിന്ദു വിരുദ്ധത. നോക്കൂ നിങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് ഹിന്ദു വിരുദ്ധരാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ശത്രുക്കളാണ്. ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചാൽ എന്താ ഇതിന്റെ പ്രയോജനം? അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ഒരു കൂട്ടരെ കൈകാര്യം ചെയ്യേണ്ടവരല്ലേ ഈ ഭരണാധികാരികൾ? അധികാരം കയ്യിലുള്ളവർ ഇത് കാണിച്ച ആളുകളെ പേടിപ്പിച്ച് തമ്മിൽ തെറ്റിച്ചിട്ട് എന്തു പ്രയോജനം? ഈ കളി നമ്മളെ എവിടെ കൊണ്ടെത്തിക്കും? ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള പ്രസ്ഥാനത്തിന് ഒരുപാട് പറയാനുണ്ട്. അതിനെപ്പറ്റി പറയാനുണ്ട്, അതിൻ്റെ കാഴ്ചപ്പാടുകളെ കുറിച്ച് പറയാനുണ്ട്, അത് മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനത്തെക്കുറിച്ച് പറയാനുണ്ട്, അത് പ്രതീക്ഷിക്കുന്ന സാമൂഹിക മാറ്റത്തെക്കുറിച്ച് പറയാനുണ്ട്, അത് ഉയർത്തിക്കൊണ്ടുവരുന്ന ജനാധിപത്യപരമായ വീക്ഷണത്തിൻ്റെ അകക്കാമ്പിനെ കുറിച്ച് പറയാനുണ്ട്. ഒരുപാട് പറയാനുണ്ട്. ഞങ്ങൾ അടിസ്ഥാനപരമായി മഅറൂഫിനെയും മുങ്കറിനെയും തിരിച്ചറിഞ്ഞവരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മഅറൂഫ്, മുങ്കർ എന്ന് പറയുന്നത് രണ്ട് അറബി പ്രയോഗങ്ങളാണ്. അറഫ എന്ന് അറബിയിൽ പറഞ്ഞാൽ അറിഞ്ഞു, മനസ്സിലാക്കി എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം. മഅറൂഫ് എന്ന് അറബിയിൽ പ്രയോഗിക്കുമ്പോൾ അറിയപ്പെട്ടത് അഥവാ സുപരിചിതമായവ എന്നാണ് അർത്ഥം. നിങ്ങൾ മാനവ സമൂഹത്തിന്റെ ചരിത്രം, നേരത്തെ പറഞ്ഞ കാറൽ മാർക്സും അതുപോലെ ഫ്രെഡറിക് ഏംഗൽസും ഒക്കെ ഈ വിശകലനം നടത്താൻ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ചരിത്ര വിശകലനം നടത്തിയപ്പോൾ പറയുന്ന ആ പ്രിമിറ്റീവ് സൊസൈറ്റി ഉണ്ടല്ലോ, ആ പ്രാകൃത സമൂഹം, വളരെ പ്രാചീനമായ ആദ്യകാലത്തെ മനുഷ്യ സമൂഹത്തിന്റെ ജീവിതത്തിന്റെ നമ്മുടെ എഴുതപ്പെട്ട ചരിത്രരേഖകളിൽ കാണപ്പെടുന്ന ആ ഘട്ടം, അന്നത്തെ മനുഷ്യരിൽ നിങ്ങൾ ഗവേഷണം നടത്തി നോക്കൂ. സത്യസന്ധത എന്നത് ഒരു എടുക്കാച്ചരക്കായിരുന്നു അക്കാലത്ത്. പിന്നെ കോളേജുകളൊക്കെ തുടങ്ങിയപ്പോഴാണ് സത്യസന്ധതയ്ക്ക് ലേശം സ്വീകാര്യത കിട്ടിയത് എന്ന് ഒരു ഗവേഷണത്തിലും നിങ്ങൾ കാണൂല. നേരെ മറിച്ച് സത്യസന്ധത, സ്നേഹം, വിട്ടുവീഴ്ച, പരക്ഷേമ തൽപരത, കാരുണ്യം, കുട്ടികളോട് വാത്സല്യം, മുതിർന്നവരോട് ബഹുമാനം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഈ കാര്യങ്ങൾ മനുഷ്യ സമൂഹത്തിന്റെ പ്രകൃതത്തിൽ തന്നെ ഉൾച്ചേർന്ന് നിൽക്കുന്നതും അതുകൊണ്ട് മനുഷ്യർക്കിടയിൽ പ്രകൃത്യാ തന്നെ അവ സുപരിചിതങ്ങളുമാണ്. അവയെ പറ്റിയാണ് ഖുർആൻ മഅറൂഫ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രത്തിന്റെ എല്ലാ ഘട്ടത്തിലും മനുഷ്യ സമൂഹത്തിന്റെ പ്രകൃതത്തോട് ഇണങ്ങിച്ചേർന്നവ എന്നാണ് മഅറൂഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം. പിന്നെ അപ്പുറത്തുള്ളത് മുങ്കർ എന്നാണ്. മുങ്കർ എന്ന് പറയുമ്പോൾ നക്കിറ എന്ന് പറയുമ്പോൾ അപരിചിതം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ മുങ്കർ എന്ന് പറഞ്ഞാൽ അപരിചിതമായത് എന്നാണ്, മനുഷ്യന്റെ പ്രകൃതത്തോട് ഇഴുകിച്ചേരാത്തത് എന്നതാണ്.
കളവ്, ചതി, വഞ്ചന, അഹന്ത, പൊങ്ങച്ചം, ധൂർത്ത്, പക, വിദ്വേഷം, ദുരഭിമാനം, അങ്ങനെ പൈശാചികമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അവയെ പറ്റിയാണ് ഈ മുങ്കർ എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുങ്കർ വതുഅ്മിനൂന ബില്ലാഹ്. ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരോട് മാത്രമല്ല, മുസ്ലിം ഉമ്മത്തിലെ ഓരോ ആണിനോടും ഓരോ പെണ്ണിനോടും ഓരോ ചെറിയവനോടും ഓരോ മുതിർന്നവനോടും ജമാഅത്തെ ഇസ്ലാമിക്ക് വിശുദ്ധ ഖുർആനിന്റെ ബലത്തിൽ പറയാനുള്ളത് കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്. നിങ്ങളൊരു ഉത്തമ സമൂഹമാണ്. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിൽ കാണുന്ന സമുദായങ്ങളെ പോലെയല്ല. നിങ്ങൾ മറ്റു മതങ്ങളുടെ കൂട്ടത്തിലെ ഒരു മതക്കാരല്ല. നിങ്ങൾ ജാതികളുടെ കൂട്ടത്തിലെ ഒരു ജാതിയല്ല. നിങ്ങൾ വംശങ്ങളുടെ കൂട്ടത്തിലെ ഒരു വംശാവലിയല്ല. നിങ്ങൾ തറവാടിന്റെയും ഗോത്രത്തിന്റെയും പേരിൽ പെരുമ നടിക്കുന്ന അല്പന്മാരല്ല. നിങ്ങൾ ദൈവികമായ ഒരു വലിയ ദൗത്യത്തിന് വേണ്ടിയിട്ട് നിയുക്തരായിട്ടുള്ള ഒരു ഉത്തമ സമൂഹമാണ്. കുന്തും ഖൈറ ഉമ്മ, നിങ്ങളൊരു ഉത്തമ സമൂഹമാണ്. നിങ്ങൾ ദൈവത്താൽ ജനങ്ങളുടെ മുന്നിൽ നിർത്തപ്പെട്ടവരാണ്. മനുഷ്യ സമൂഹത്തെ സന്മാർഗത്തിലേക്ക് വഴി നടത്താൻ മഅറൂഫുകളെ എവിടെയൊക്കെ കാണുന്നുവോ, മനുഷ്യ പ്രകൃതത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഈ നല്ല നല്ല മൂല്യങ്ങൾ എവിടെയൊക്കെയുണ്ടോ ആ മൂല്യങ്ങളെയൊക്കെ ബലപ്പെടുത്താനും പരിപോഷിപ്പിക്കാനും, മനുഷ്യ പ്രകൃതത്തോട് ഒരിക്കലും ചേരാത്ത തിന്മകൾ എവിടെയൊക്കെ കൂടുകെട്ടി വളരാൻ ശ്രമിക്കുന്നുവോ അവനെയൊക്കെ നിഗ്രഹിക്കാനും നിഷേധിക്കാനും നിരാകരിക്കാനും ഈ രണ്ട് പണിയും നിങ്ങൾ മാത്രം ചെയ്യേണ്ടവനല്ല. ഈ നന്മയിൽ താല്പര്യമുള്ള മുഴുവൻ ആളുകളെയും ഏകോപിപ്പിച്ച് ചെയ്യേണ്ടുന്ന ഒരു വലിയ ദൗത്യമാണിത്. കാരണം ഈ നിങ്ങളുടെ എല്ലാ ശ്രമത്തിന്റെയും ഫലം മാനവ സമൂഹത്തിനായിരിക്കണം. എന്നാണ്. മുഴുവൻ മനുഷ്യരുടെയും ക്ഷേമമാണ്, മുഴുവൻ മനുഷ്യരുടെയും അഭിവൃദ്ധിയാണ്, മുഴുവൻ മനുഷ്യരുടെയും പുരോഗതിയാണ്, മുഴുവൻ മനുഷ്യർക്കും സമത്വം ലഭ്യമാകലാണ്, മുഴുവൻ മനുഷ്യർക്കും ശാന്തി അനുഭവിക്കാൻ സാധ്യമാകലാണ്. സാമൂഹിക നീതിയുടെ വിശാലമായ ഒരു വിധാനത്തിലേക്ക് മൊത്തം മനുഷ്യരെയും കൈപ്പിടിച്ചുയർത്തുന്നതിന് ദൈവത്താൽ നിയുക്തരാണ് നിങ്ങൾ എന്നതാണ് മുസ്ലിം ഉമ്മത്തിന്റെ സ്ഥാനം. ഇതാണ് ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നത്. ഈ പ്രസ്ഥാനത്തെ പറ്റിയാണ് ഇവർ ഹിന്ദുവിനെതിരെയാണെന്നും ഇവർ ക്രിസ്ത്യാനിക്കെതിരെയാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഹിന്ദുവിനോടും ക്രിസ്ത്യാനിയോടും പറയുന്നത് ഇവിടെ എന്ത് നല്ല നല്ല മൂല്യങ്ങളുണ്ടോ ഈ മൂല്യങ്ങൾ നമ്മുടെ നല്ല പൊതുമുതലാണ്. ഈ ലിബറലിസ്റ്റുകൾ വന്ന്, ഈ ഭൗതികവാദികൾ വന്ന്, ഈ ദൈവനിഷേധികൾ വന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുരുന്ന മനസ്സുകളിൽ നിന്ന് വരെ ജെൻഡർ ന്യൂട്രലാക്കി മാറ്റി നമ്മളല്ലാതാക്കി തീർക്കുന്ന ഒരുപാട് വിദ്യകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വളരെ കരുതലോടെ ഒന്നിച്ച് ചേർന്ന് നിന്ന് ഈ മൂല്യങ്ങളെ സംരക്ഷിക്കണം എന്ന് പറയുന്ന ആ ഈഴടുപ്പമാണ് മറ്റ് സമുദായങ്ങളും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ളത്. ഇതാണ് വളരെ ബാലിശമായ ഒരു പ്രയോഗത്തിലൂടെ അങ്ങ് തകർത്ത് കളയാമെന്ന് സഖാവ് കരുതുന്നത്. ഞാൻ പറയുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഗ്രാമങ്ങളിൽ എവിടെ ചെന്നാലും, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഗ്രാമങ്ങളിൽ എവിടെ ചെന്നാലും ആ ഗ്രാമത്തിലെ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഏതെങ്കിലും ഒരു പുരുഷൻ, അല്ലെങ്കിൽ ആ ഗ്രാമത്തിലെ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തെ അനുഭവിച്ചവരായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അവരുള്ളാലെ നിങ്ങളുടെ ഇത്തരം പ്രസ്താവനകൾ കാണുമ്പോൾ ഊറിച്ചിരിക്കുന്നുണ്ടാവും. ഇങ്ങനെ നന്മയെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ 75 വർഷം ഏതൊരു മേഖലയിലാണോ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത് ആ മേഖലയുടെ കരുത്താണ് എന്ന് നിങ്ങൾ കാണണം. ഇത് നിസ്സാരമായ കാര്യമല്ലെന്ന് നിങ്ങൾ അറിയണം. അത്രയും ഗൗരവപ്പെട്ട ദർശനങ്ങളുമായി ഈ മനുഷ്യ സമൂഹത്തെ മാറ്റിപ്പണിയാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘത്തെപ്പറ്റി എന്തോ ഒരു പുകമറ സൃഷ്ടിച്ചങ്ങ് കടന്നു കളയാമെന്ന് സഖാക്കളെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. വളരെ ഗൗരവപ്പെട്ട ചർച്ചകളിലേക്ക്, വളരെ ഗൗരവപ്പെട്ട ആലോചനകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. പകയല്ല, പരസ്പരം പറഞ്ഞ് തോൽപ്പിക്കാനല്ല, പറഞ്ഞ് കൂടുതൽ നല്ലതിലേക്കെത്താൻ. തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും എന്നൊരു പ്രസ്താവനയുണ്ട് വിശുദ്ധ ഖുർആനിൽ.
അത് വേദക്കാരുമായിട്ടാണ്. വേദക്കാർ എന്ന് പറയുമ്പോൾ ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ്. അവരും പ്രവാചകന്റെ സമൂഹവും തമ്മിൽ മൗലികമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് പിൻകാലത്തുണ്ടായതല്ല, അന്നേ ഉണ്ട്. യേശു ദൈവപുത്രനാണ് എന്ന് ക്രൈസ്തവ സഹോദരങ്ങൾ വിശ്വസിക്കുന്നു. യേശു ദൈവദൂതനായ ഒരു മനുഷ്യൻ മാത്രമാണെന്ന് മുസ്ലിം സമൂഹം വിശ്വസിക്കുന്നു. ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ, അല്ലാഹ് മൂന്നിലൊന്നാണ് എന്ന് പറഞ്ഞവർ നിഷേധികളായി എന്ന് വരെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആദർശപരമായി അത്രയും അകലം ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഉണ്ടായിരിക്കെ വിശ്വാസപരമായ ഈ അകലം കാത്തു സൂക്ഷിക്കാൻ ഇരുകൂട്ടരും പരസ്പര ബഹുമാനത്തോടെ അനുവദിച്ചിരിക്കെ അത് നിലനിർത്തിയിട്ട് വിശുദ്ധ ഖുർആനിന്റെ വിളിയാണ്. എന്താണ് വിളി? എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും ഉള്ളതോടൊപ്പം വേദക്കാരെ നിങ്ങൾ വരുവിൻ, തഅലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനക്കും, നിങ്ങൾക്കും നമുക്കും ഇടയിൽ യോജിപ്പുള്ളതിലേക്ക് വരുവിൻ. ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന മാർഗം അതിന്റെ ഭരണഘടനയിൽ പറയുന്നിടത്ത് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന രീതി രചനാത്മകമായിരിക്കും എന്ന ഒരു പ്രയോഗമുണ്ട്. അത് നമ്മളൊരു വലിയ പദ്ധതിയുമായിട്ട് ഇറങ്ങിയവരാണ്. ഈ രാജ്യത്തെ ഈ ഭൂമി ആരുടേതാണ്? ഈ ഭൂമി ആരുടേതാണ്? നമ്മൾ ഇവിടെ ഭൂമിനെ പ്രസവിച്ച് വരുന്നതിന് മുന്നേ ഇവിടേക്ക് ഒരാളെ പറഞ്ഞയച്ചിട്ട് ഞാൻ ഇത്രാം തീയതി പ്രസവിക്കപ്പെട്ട് ഇത്ര ദിവസം ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെ വന്ന് മാതാവിൻ്റെ മടിത്തട്ടിലും മറ്റൊക്കെ കൂടിയായി 2 കൊല്ലം കഴിഞ്ഞ് പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഊഞ്ഞാലായത്തിൽ കയ്യും വീശി നടക്കാൻ തുടങ്ങുമ്പോൾ വേണ്ട സെറ്റപ്പൊക്കെ ആളെ വിട്ട് ഏർപ്പാട് ചെയ്തിട്ടാണോ നമ്മൾ ഈ ഭൂമുഖത്തേക്ക് വന്നത്? ഈ ഭൂമുഖത്ത് പെറ്റുവീഴുന്ന മനുഷ്യർക്ക് അവരുടെ ഭാവിയെ സംബന്ധിച്ച വല്ല പദ്ധതിയും അവരുടെ കയ്യിലുണ്ടോ? അല്ലാഹുല്ലദീ ഖലഖക്കും സുമ്മ റസഖക്കും സുമ്മ യുമീതുക്കും സുമ്മ യുഹ്യീക്കും ഹൽ മിൻ ശുറകാഇക്കും മൻ യഫ്അലു മിൻ ദാലികും മിൻ ഷൈ അല്ലാഹുല്ലദീ ഖലഖക്കും. ആരാണ് നമ്മളെ സൃഷ്ടിച്ചത്? ഇതൊരു ഗൗരവപ്പെട്ട ചോദ്യം തന്നെയല്ലേ. ആരാണ് സൃഷ്ടിച്ചത്? ആരാണ് നിങ്ങൾക്ക് അന്നം നൽകുന്നത്? ആരാണ് നിങ്ങളെ മരിപ്പിക്കുന്നത്? ആരാണ് നിങ്ങളെ പുനർജീവിപ്പിക്കുന്നത്? മരിപ്പിച്ചിട്ട് പിന്നെ പുനർജീവിപ്പിക്കൂല എന്ന് പറഞ്ഞാൽ ഇത്രയും ബുദ്ധിയും ബോധമുള്ളൊരു മനുഷ്യൻ മൂല്യങ്ങളും ധർമ്മവും ഒക്കെ നോക്കി ജീവിച്ചിട്ട് ഇമ്മാതിരി യാതൊരു ചിട്ടവട്ടവും പാലിക്കാതെ നടന്ന് ജീവിച്ച അങ്ങനെ കുറേ സമയം അങ്ങാടിയിൽ കറങ്ങി നടക്കും. കുറച്ച് കഴിയുമ്പോൾ കടത്തിണ്ണയിൽ കയറി കിടക്കും. അങ്ങനെ ഇണയെ കിട്ടിയാൽ അവിടെ വെച്ച് തന്നെ പരിസരം നോക്കാതെ ഇണ ചേരും. ആരുടേതെന്നാണോ, ശരിയാണോ, തനിക്ക് അർഹതപ്പെട്ടതാണോ എന്നൊന്നും നോക്കാതെ കണ്ടതൊക്കെ വലിച്ചു വാരി തിന്നും. അങ്ങനെ നടന്ന ഒരു ഇരുകാലി ജന്തുവും ഈ മനുഷ്യൻ എന്ന അത്ഭുത സുന്ദര ജീവിയും പരിണിതി ഒരുപോലെ. ഇത് എന്ത് ലോജിക്കലാണ് നിങ്ങൾക്ക് മനസ്സിലായത്? ഞങ്ങൾക്ക് ഇന്ന് വരെ അത് മനസ്സിലായിട്ടില്ല. ആ പോത്ത് നടന്നത് 4 കാലിലാണ്, ഇത് നടന്നത് 2 കാലിലാണ് എന്ന വ്യത്യാസം മാത്രമാണോ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ളത്? അപ്പൊ മനുഷ്യനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? മനുഷ്യൻ എവിടെ നിന്ന് വന്നു? ഈ കാണുന്ന അത്ഭുത സുന്ദരമായ ആകാശലോകം ഇതാര് സജ്ജീകരിച്ചു? ഇതാണ് ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ മറ്റൊരു ഭാഗത്ത് അതേ സംബന്ധിച്ച് ലേശം പറയാം എന്ന് പറഞ്ഞത്. ഇത്രയും അത്ഭുത സുന്ദരമായ ഈ ആകാശലോകം ആര് സംവിധാനിച്ചു? അതിൻ്റെ സംരക്ഷണമാർക്ക് ഓരോ കാര്യവും വളരെ വൃത്തിയിൽ നടക്കുന്നു. ഓരോ കാര്യവും വളരെ വൃത്തിയിൽ ചിട്ടയായിട്ട് നടക്കുന്നു. മനുഷ്യനെ നിങ്ങൾ നോക്കൂ. മനുഷ്യന്റെ ശരീരത്തിന്റെ ഓരോ ഘടകവും അവനെക്കുറിച്ച് ചിന്തിക്കുന്നിടത്തോളം, അതാണ് ഖുർആൻ പറഞ്ഞത്, വഫീ അംഫുസിക്കും അഫലാ തുബ്സിറൂൻ. ദൃഷ്ടാന്തങ്ങൾ പ്രപഞ്ചത്തിൽ മാത്രമല്ല, നിങ്ങളിലേക്ക് തന്നെ നിങ്ങളൊന്ന് നോക്കൂ. നിങ്ങളിലേക്ക് തന്നെ നിങ്ങളൊന്ന് നോക്കൂ. നിങ്ങളിലേക്ക് തന്നെ നിങ്ങളൊന്ന് നോക്കൂ. വളരെ ഗൗരവപ്പെട്ടതാണത്. എന്ത്? നമ്മളെ കുറിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഗന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് കുളിയൊക്കെ കഴിഞ്ഞ് ഷർട്ട് അണിഞ്ഞ ശേഷം നമ്മൾ ഉപയോഗിച്ച പെർഫ്യൂംസിൻ്റെ, നമ്മൾ ഉപയോഗിച്ച സുഗന്ധ വസ്തുക്കളുടെ ഗന്ധം, ആ ഗന്ധമല്ല. കുളിച്ച സോപ്പിന്റെ ഗന്ധമല്ല. സോപ്പും മണ്ണും ഉപയോഗിച്ച് തീരെ കുളിക്കാതെയും അലക്കാതെയും നടന്നതിൻ്റെ ആ ഗന്ധവുമല്ല. പിന്നെയോ, നിങ്ങൾ എന്ത് ചെയ്താലും പോകാത്ത ഒരു ഗന്ധം മനുഷ്യന്. അല്ലേ പോലീസ് നായ കേസ് പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്രതികളെ കണ്ടെത്തുന്നത്. അപ്പൊ തനത് നോക്കണം. നമ്മൾ സാധാരണക്കാർ എന്ന് പറയില്ലേ, നമ്മളൊന്നും സാധാരണക്കാരല്ല അങ്ങനെ ചിന്തിച്ചാൽ. കാരണം നമുക്കൊക്കെ അസാധാരണത്വമുണ്ട്. എൻ്റെ ഗന്ധം പോലെ ഗന്ധമുള്ള വേറൊരു മനുഷ്യനെ അള്ള പഠിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പോലീസ് നായക്ക് കൺഫ്യൂഷൻ ആയി പോകില്ലേ? എൻ്റെ കണ്ണ് പോലെ കണ്ണുള്ള വേറൊരു മനുഷ്യനുമില്ല. ലോകത്ത് 600 കോടി മനുഷ്യരുണ്ടെങ്കിൽ, ഈ കണക്കിലൊന്നും ഒരിക്കലും വിശ്വാസമില്ല, ഏതോ ഒരു പഴയ കണക്ക് പറയാണ്,
ലോകത്ത് 600 കോടി മനുഷ്യരുണ്ടെങ്കിൽ 1200 കോടി കണ്ണുകൾ, 1200 കോടി കണ്ണുകളും ഓരോന്നും മറ്റൊന്നു പോലെ ആവാത്ത അത്രയും വൈവിധ്യത്തോടെ അത്ഭുതങ്ങൾ. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ വിരലിന്റെ അഗ്രം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ബലാ ഖാദിരീന അലാ അൻ നസവിയ ബനാന. അതെ, ഇദാ മിത്ന വകുന്ന തുറാബൻ വഇളാമൻ ഇന്നാ ലമബഊസൂൻ. നിങ്ങൾ എന്താ ഈ പറയണത്? മരിച്ചു മണ്ണടിഞ്ഞിട്ട്, നേരത്തെ പോത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പുറത്ത് മനുഷ്യന്റെ കാര്യവും പറഞ്ഞു. മരിച്ചു മണ്ണടിഞ്ഞ ശേഷം ഈ മനുഷ്യൻ പിന്നെ പുനരുജ്ജീവിപ്പിക്കപ്പെടും എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇതിപ്പോ ചോദിക്കുന്ന ചോദ്യമൊന്നല്ല, ഇത് പണ്ടേ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോ ഈ വിപ്ലവം ഉണ്ടാക്കുന്ന സോഷ്യൽ മീഡിയയിൽ പുകിലുണ്ടാക്കുന്നവരുടെ പിന്മുറക്കാർ പണ്ടേ പുകിലുണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ അവർ ഊറി ചിരിച്ചിട്ടുണ്ട്. തനി വിഡ്ഢിത്തം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വിശുദ്ധ ഖുർആന്റെ മറുപടി മിണ്ടാതിരിക്കൂ എന്നല്ല. അതെ, എന്താണ്? ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. അതെ, മനുഷ്യ ഒരല്പം ചിന്തിക്കൂ, നിന്റെ ഈ വിരൽ തുമ്പ് ഡിസൈൻ ചെയ്യാൻ കരുത്തുള്ളവനാണ് നാം. ഇതിപ്പോ ഏക്കറക്കണക്കിന് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വിസ്തരിച്ചൊരു പ്ലാൻ തയ്യാറാക്കാം. എത്രയുള്ളത് വിരലിന്റെ തുമ്പ്? ഇന്നിപ്പോ നമ്മുടെ ഓഫീസുകളിലൊക്കെ തമ്പ് ഇംപ്രഷൻ, പ്രധാനപ്പെട്ട രേഖകളിലൊക്കെയും വിരലിന്റെ ഈ എഴുതി ഒപ്പിട്ടാ പോരാ. എത്ര വിദ്യാഭ്യാസവും ഡിഗ്രിയുടെ മേലെ ഡിഗ്രിയും സർട്ടിഫിക്കറ്റുകളുടെ ഒരു ഭാണ്ഡം വേറെ തന്നെ ഒരു വണ്ടിയിലുണ്ടെങ്കിലും രജിസ്ട്രേഷന് പോയാൽ എഴുതി ഒപ്പിട്ടാ പോരാ, പിന്നെന്ത് വേണം? തമ്പ് ഇംപ്രഷൻ. ഇത് ഇത്ര വലിയ രേഖയാണ് ഒരു വിരലിന്റെ അഗ്രം. എവിടെന്നാ നമ്മൾ പോകുന്നത്? ഈ പ്രപഞ്ചത്തിന് ഒരു നാഥനുണ്ടോ? ആ നാഥനില്ലെങ്കിൽ ഈ പറയുന്നതൊക്കെ വെറുതെ ഉണ്ടായതാണോ? ഇത്രയും വലിയ വൈവിധ്യം. എന്തൊക്കെ? എനിക്ക് എൻ്റെതായ ഒരു ഗന്ധം, എനിക്ക് എൻ്റെ കണ്ണ് പോലെ കണ്ണുള്ള, നമ്മളിപ്പോൾ ഇന്റർനാഷണൽ എയർപോർട്ടുകളിൽ യാത്ര ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ ക്യാമറ ഉപയോഗിച്ചിട്ട് മനുഷ്യൻ്റെ കണ്ണിൻ്റെ ഒരു നിമിഷം കൊണ്ട് മനുഷ്യൻ്റെ കണ്ണിൻ്റെ സ്കാൻ ചെയ്താൽ നമ്മളെക്കുറിച്ച് അറിയാൻ പറ്റും. എൻ്റെ കണ്ണ് പോലെ, നിങ്ങളുടെ ഓരോരുത്തരുടെ കണ്ണ് പോലെ കണ്ണുള്ള വേറൊരു മനുഷ്യനില്ല. നിങ്ങളുടെ ഗന്ധം, നിങ്ങളുടെ DNA, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് മനുഷ്യനെ സംബന്ധിച്ച സൂക്ഷ്മങ്ങളായ ആധുനിക ശാസ്ത്രം പുരോഗമിക്കുന്നതിനനുസരിച്ച് മനുഷ്യനെ സംബന്ധിച്ച സൂക്ഷ്മങ്ങളായ വിശകലനങ്ങളിൽ ഓരോന്നിലും വൈവിധ്യങ്ങളുടെ അത്ഭുതമായ ഒരു കലവറ എന്ന നിലക്ക് അസാധാരണത്വം നിറഞ്ഞ കോടാനുകോടി മനുഷ്യർ. സാധാരണക്കാരായ കോടാനുകോടിയല്ല, അതൊക്കെ തെറ്റിപ്പറയുന്നതാണ്. അതൊന്നും സൂക്ഷ്മമല്ല. അസാധാരണത്വം നിറഞ്ഞ കോടാനുകോടി മനുഷ്യർ. നമുക്ക് അങ്ങനെ തന്നെ പോകാം. എവിടെ? അല്ലാഹുല്ലദീ ഖലഖക്കും, അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. സുമ്മ റസഖക്കും, അവനാണ് നിങ്ങൾക്ക് അന്നം നൽകുന്നത്. സുമ്മ യുമീതുക്കും, അവനാണ് നിങ്ങളെ മരിപ്പിച്ചത്. സുമ്മ യുഹ്യീക്കും, അവനാണ് നിങ്ങളെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നത്. ഹൽ മിൻ ശുറകാഇക്കും മൻ യഫ്അലു മിൻ ദാലികും മിൻ ഷൈ. ഈ കാര്യങ്ങൾ ഇത്രയും സുഖസുന്ദരമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അപങ്കുരം. ഇവയുടെ നടത്തിപ്പിൽ അല്ലാഹുവല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു അതോറിറ്റിയെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമോ? ഇസ്ലാമിന്റെ അടിസ്ഥാനം ഈ ചോദ്യങ്ങളിൽ നിന്നാണ് ഉയരെടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട്. ആ നാഥൻ്റെതാണ്, അവനാണ് ഇതിൻ്റെ സൃഷ്ടാവ്, അവനാണ് അതിൻ്റെ സംരക്ഷകൻ, അവനാണ് അതിൻ്റെ എല്ലാം തീരുമാനിക്കുന്നത്. ഒരില പോലും ഞെട്ടുപൊട്ടി താഴെ വീഴുന്നില്ല അവൻ അറിഞ്ഞിട്ടല്ലാതെ. അതുകൊണ്ട് അങ്ങനെ ഒരു നാഥനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. ഇസ്ലാം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന് ഇങ്ങനെ ഒരു നാഥനുണ്ടെന്നും ആ നാഥൻ്റെതാണ് ഈ കാണുന്ന സകല സംവിധാനങ്ങളും എന്നുമാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ ഒരു ബിസിനസ് ഒരു ടൂറ് പോവുകയാണ്. അങ്ങനെ നമ്മളൊരു ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു പാർക്കിൽ ചെന്നു. ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പ്രവേശിച്ചു. കുറെ നടപ്പാതകളുണ്ട്, ചുറ്റും മനോഹരങ്ങളായി വെട്ടി രൂപപ്പെടുത്തി നിർത്തിയ ചെടികളുണ്ട്, നല്ല സുഗന്ധം പരിലസിക്കുന്ന നയന മനോഹരങ്ങളായ കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളുണ്ട്. പിന്നെ വേറെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന പലതരത്തിലുള്ള വിനോദ ഉപകരണങ്ങളുണ്ട്. ആ പൂന്തോട്ടത്തിൽ നമ്മൾ കയറിയിട്ട് നമുക്ക് തോന്നിയ മാതിരിയൊക്കെ അങ്ങോട്ട് ചെയ്യാൻ പറ്റുമോ? അതിനൊരു മാനേജ്മെന്റ് ഇല്ലേ? ആ മാനേജ്മെന്റിന്റെ കൽപ്പനകളും ആ മാനേജ്മെന്റിന്റെ മാർഗനിർദ്ദേശവും പരിഗണിക്കാതെ നിങ്ങൾക്ക് ആ പൂന്തോട്ടത്തിൽ അങ്ങ് സ്വൈരവിഹാരം നടത്താൻ, പിഞ്ഞാണക്കടയിൽ കുട്ടൻ കയറിയതുപോലെ നിങ്ങൾക്ക് ആ പൂന്തോട്ടത്തിൽ അങ്ങ് സ്വൈരവിഹാരം നടത്താൻ അനുവദിക്കപ്പെടുമോ? എങ്കിൽ ഞാൻ ചോദിക്കുന്നു, ആ പൂന്തോട്ടം അവിടെ ഇരിക്കട്ടെ, അതിനേക്കാൾ വലിയ ഈ ലോകം എന്ന് പറയുന്ന അത്ഭുത സുന്ദരമായ ഈ പൂന്തോട്ടത്തിൽ നിങ്ങൾക്ക് ഇതിനൊരു നാഥനുമില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത്? അങ്ങനെ ഒരു പാർക്ക് ഉണ്ടാവണമെങ്കിൽ ഒരു മാനേജ്മെന്റിന്റെ വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണമെന്നും ഇങ്ങനെ ഒരു അത്ഭുത സുന്ദരമായ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായി തീരാൻ ഒരു നാഥന്റെയും ആവശ്യമില്ല എന്നുമാണോ നിങ്ങളുടെ വാദം? അപ്പൊ എന്ത് ബേസിലാണ് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ വിലയിരുത്തിയിട്ടുള്ളത്?
ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നതിന് മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഏത് പുസ്തകമാണ് നിങ്ങൾ വായിച്ചത്? ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പുസ്തകവും വായിക്കണ്ട. നിങ്ങൾ സാക്ഷാൽ വിശുദ്ധ ഖുർആൻ ഒരു നിമിഷം ഒരല്പം ഗൗരവത്തോടെ ഒന്ന് കണ്ണോടിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടിയിരുന്നുവെങ്കിൽ ഇപ്പൊ പറയുന്ന പലതും നിങ്ങൾക്ക് പറയാൻ ധൈര്യം വരില്ല. കാരണം ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുചോദ്യങ്ങൾ ഉള്ളത് കൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ തൊടുത്തുവിടാതിരിക്കലാണ് നമുക്ക് തടിക്കിപ്പോ നല്ലത് എന്ന് സഖാക്കൾക്ക് മനസ്സിലാക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ പ്രപഞ്ചത്തിനൊരു നാഥൻ ഉണ്ട്, അവൻ ഇതിന്റെ സൃഷ്ടാവാണ്. ഇവിടെ ഒരു കമ്പനിയുടെ ഉത്തരവാദിത്തം പ്രൊഡക്റ്റുകൾ അങ്ങനെ ഉൽപ്പാദിപ്പിക്കുക എന്നത് മാത്രമാണ്. ആ കമ്പനിക്ക് ആ ഉൽപ്പാദിപ്പിച്ച ഒരു ഉൽപ്പന്നത്തിന്റെയും ഒരു കാര്യത്തിലും ഒരു തീരുമാനാധികാരം ഇല്ലാതാവുകയും ആ ഉൽപാദനത്തിൽ ഒരു പങ്കുമില്ലാത്ത വേറെ ഒരു കമ്പനി അതിന്റെ ഓണർഷിപ്പ് ഏറ്റെടുക്കുകയും ആ ഓണർഷിപ്പിലും ഇല്ലാത്ത മറ്റൊരു കമ്പനി അതിനാവശ്യമായ മാനുവലുകൾ, യൂസേഴ്സ് ഗൈഡുകൾ, അതിന്റെ കാറ്റലോഗുകൾ തയ്യാറാക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചാൽ ആ പ്രൊഡക്റ്റിന്റെ ഓണർഷിപ്പ് ആ കമ്പനിക്കാണ്. ആർക്കാണോ അതിന്റെ ഓണർഷിപ്പ് അവരാണ് അതിന്റെ ഉപയോഗക്രമം എങ്ങനെയെന്ന് പറയേണ്ടത്. അവരാണ് അതിന്റെ കാറ്റലോഗ് വിപണിയിൽ ഇറക്കുന്നത്. മനുഷ്യൻ എന്ന് പറയുന്ന ഈ അത്ഭുത സുന്ദര പ്രതിഭാസത്തെക്കാൾ വിചിത്രമായ എന്തുൽപ്പന്നമാണ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളത്? മനുഷ്യനെ വെല്ലുന്ന എന്തെങ്കിലും കണ്ടുപിടുത്തമുണ്ടോ? ഇവിടെ ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്കലുമായിട്ട് കോടാനുകോടി ഉപകരണങ്ങൾ ചെറുതും വലുതുമായി വികസിപ്പിക്കാൻ ശേഷിയുള്ള ഈ മനുഷ്യന്റെ മസ്തിഷ്കത്തോളം വലിയ വേറെ വല്ല സാധനവും നിങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എങ്കിൽ ഈ മനുഷ്യനെ വിപണിയിലിറക്കിയ കമ്പനി ഈ മനുഷ്യനോടൊപ്പം വല്ല മാർഗനിർദ്ദേശവും നൽകിയിട്ടുണ്ടോ? നിങ്ങൾ മതം എന്ന് പറയുന്നത് എന്തിനെ പറ്റിയാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യനോടൊപ്പം, മനുഷ്യനെ വിപണിയിലിറക്കിയ കമ്പനി മനുഷ്യനോടൊപ്പം നൽകിയിട്ടുള്ള അവന്റെ കാറ്റലോഗിനെ സംബന്ധിച്ചാണ്. അതിന്റെ യൂസേഴ്സ് മാനുവലാണത്. എങ്ങനെ ഫിറ്റ് ചെയ്യണം, എങ്ങനെ ഉപയോഗപ്പെടുത്തണം, എന്ത് ചെയ്തുകൂടാ, എന്ത് ചെയ്യണം, എപ്പോ പ്രവർത്തിപ്പിക്കണം, എപ്പോഴൊക്കെ പ്രവർത്തിപ്പിച്ചുകൂടാ, ഇതിന്റെ ചെറുതും വലുതുമായ കാര്യങ്ങൾ ആ പ്രവാചകൻ അവരെ പഠിപ്പിച്ചു. നിങ്ങൾ പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച് പഠിക്കൂ. അപ്പൊ മനസ്സിലാകും മനുഷ്യനെ ജീവിതം പഠിപ്പിക്കാൻ ദൈവത്താൽ നിയോഗിതരായവനാണ് പ്രവാചകൻ എന്ന്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമി വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, ആ പ്രവാചകൻ മനുഷ്യരുടെ വിമോചകനാണ്. ആ പ്രവാചകൻ മനുഷ്യന്റെ ആധ്യാത്മിക കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല സംസാരിച്ചത്. അവിടുന്ന് അവരുടെ ജീവിതത്തിന്റെ ഇന്നത്തെ വിഭജനം അനുസരിച്ച് മതപരം, രാഷ്ട്രീയം, സാമൂഹികം, കൗടുംബികം, അങ്ങനെ എന്തൊക്കെ വിഭജനങ്ങളുണ്ടോ ഈ വിഭജനങ്ങൾക്കൊക്കെ അപ്പുറത്ത് മനുഷ്യന്റെ ജീവിതത്തെ നേർരേഖയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വഴി ആ പ്രവാചകൻ അവിടുന്ന് കാണിച്ചു കൊടുത്തു. 23 കൊല്ലക്കാലം കൊണ്ട് ഒരു സാമൂഹിക മാറ്റം. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ എന്ന് പറഞ്ഞാൽ ഒരു വിവരവുമില്ലാത്ത ഒരു ജനസമൂഹത്തിൽ ആ ഒട്ടകത്തിന്റെയും ആട്ടിന്റെയും മൂക്ക് കയറി പിടിച്ച് അലക്ഷ്യരായി മരുഭൂമിയിൽ ഉഴറി നടന്ന ഒരു ജനാവലിയുടെ മുമ്പിൽ ഒരു പ്രവാചകനെ പടച്ചവൻ നിയോഗിക്കുന്നു. ആ പ്രവാചകൻ അവരിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. ഈ ദൈവവചനങ്ങൾ അവരെ ഓതി കേൾപ്പിക്കുന്നു. ഔദ്യോഗികമായ അതിന്റെ വ്യാഖ്യാനം പഠിപ്പിക്കുന്നു. അതിൽ ആകർഷകരായി വന്നവരെ ചേർത്ത് നിർത്തി സംസ്കരിക്കുന്നു. അങ്ങനെ എന്താകുന്നു? വല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ വലൗ കരിഹൽ കാഫിറൂൻ വകഫാ ബില്ലാഹി ഷഹീദ. വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് ഈ 3 ആയത്തുകൾ 3 ഈ അവസാനത്തിൽ ചില്ലറ മാറ്റത്തോടെ നിങ്ങൾക്ക് കാണാം. എന്താണ് ആയത്തിന്റെ അർത്ഥം? ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്. സത്യദീനും സന്മാർഗ സന്ദേശവും നൽകി ഈ പ്രവാചകനെ നിയോഗിച്ചത് അവനാണ്. എന്തിന്? ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി. നേരത്തെ പറഞ്ഞല്ലോ, ഖുർആൻ പഠിപ്പിച്ചു, സംസ്കരണം നൽകി, അതിൽ ആകൃഷ്ടരായി അത് അംഗീകരിച്ച് കൂടെ വന്നവരെ ചേർത്ത് നിർത്തി അവരെ പരിഷ്കരിച്ചു, ശുദ്ധീകരിച്ചു, അങ്ങനെ അവരെ സംഘടിപ്പിച്ചു. ഈ സാമൂഹിക പരിഷ്കരണം വളർന്ന് ഈ സാമൂഹിക വിപ്ലവം എത്തി ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, മറ്റെല്ലാ വ്യവസ്ഥകളുടെയും മേലെ ഈ ദൈവികമായ പദ്ധതികളും പരിപാടികളും ആധിപത്യം വാഴുന്ന സ്ഥിതിവിശേഷം വന്നു. ഇതേപ്പറ്റി സഖാക്കളെ, നിങ്ങളുടെ അഭിപ്രായം, ഇത് മതരാഷ്ട്രവാദമാണോ? മതരാഷ്ട്രവാദം എന്ന് നിങ്ങൾ ഈ ആക്ഷേപിക്കുന്ന മുദ്ര മുഹമ്മദ് നബി എന്ന് പറയുന്ന പ്രവാചകന് ചാർത്താൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? പിണറായി സഖാവ് അവിടെ കോഴിക്കോട് പ്രസംഗിച്ചപ്പോൾ ഇവർ ഖലീഫമാരുടെ കാലത്തേക്ക്
ഒരു മന്ത്രി 6-ാം നൂറ്റാണ്ടിനെ ഉദ്ദേശിച്ചിട്ട് 7-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞു. നൂറ്റാണ്ടൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഞാൻ പറഞ്ഞത് പിണറായി സഖാവ് അവിടെ പറഞ്ഞത് ഇവർ ഖലീഫമാരുടെ കാലത്തേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന കൂട്ടരാണെന്ന്. വിവരമുണ്ടോ ഈ ഖലീഫമാരുടെ കാലം എന്താണെന്ന്? ഖലീഫമാരുടെ കാലത്തേക്ക് നമ്മൾ തിരിച്ചെത്തിയിരുന്നെങ്കിൽ ഈ തലമുറയെക്കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? കഴിഞ്ഞുപോയ തലമുറയെക്കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? കുഴപ്പമില്ല, വളരെ നല്ല മനുഷ്യന്മാരാണ്. അതിന് തൊട്ട് ശേഷം വന്നവരെ കുറിച്ച് എന്താ അഭിപ്രായം? പോരാ, എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ ഉള്ളവരെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഒന്നിനും കൊള്ളൂല. ഇനി വരാനുള്ളവരെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അവർ വരാതിരിക്കുമാറാവട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്ന രീതിയിൽ മനുഷ്യ സമൂഹത്തിന്റെ നിലവാരത്തിന്റെ ഗ്രാഫ് കുത്തനെ താഴോട്ട് പോരുമ്പോൾ നോക്കണം. മനുഷ്യ സമൂഹത്തിന്റെ ഏത് 4 ആൾക്ക് സ്വീകാര്യനായ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഒക്കെ അവിടെ ഇരിക്കട്ടെ, മനുഷ്യ സമൂഹത്തിൽ 4 ആൾക്ക് പൊതുസമ്മതനായി സ്വീകാര്യനായ വ്യക്തിത്വങ്ങളുടെ ഗ്രാഫ് കുത്തനെ താഴോട്ട് പോന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ലോക സമൂഹത്തിന്റെ മുമ്പിൽ തന്നെ ഇന്നും തലയെടുപ്പോടെ നിൽക്കുന്ന ഖലീഫമാരെ കുറിച്ച് നിങ്ങൾ എന്താണ് വിചാരിച്ചത്? ഖലീഫമാരുടെ കാലത്തേക്ക് കൊണ്ടുപോകാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യമായ ഇഖാമത്തുദ്ദീൻ എന്നതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ഈ കർമ്മ പദ്ധതി ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചിട്ടുള്ളത് പ്രവാചകന്റെയും ഖലീഫമാരുടെയും മാതൃക പിൻപറ്റിക്കൊണ്ടാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കൂ. 23 കൊല്ലക്കാലം കൊണ്ട് ഒരു വേദത്തിന്റെ വക്താവായി വന്ന പ്രവാചകൻ മക്കയും മദീനയും അടങ്ങുന്ന ഒരു രാഷ്ട്രത്തിന്റെ അധിപനായത് വ്യവസ്ഥാപിതമായ സാമൂഹിക പരിവർത്തനത്തോടെയാണെങ്കിൽ ആ സാമൂഹിക പരിവർത്തനത്തോടെ ലോകം കണ്ടതിൽ വളരെ അത്യപൂർവമായ ഈ വിപ്ലവത്തെ ഒരു മതരാഷ്ട്രം എന്ന നിങ്ങളുടെ ആക്ഷേപത്തിന്റെ ഗണത്തിലാണോ നിങ്ങൾ കാണുന്നത്? ഇല്ലെങ്കിൽ പിന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇതിൻ്റെ ഒന്നും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട കാര്യമില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം ആദർശവും എവിടെ നോക്കിയാണോ നിങ്ങൾ പഠിച്ചത് അവിടെ നോക്കിയിട്ട് തന്നെ പ്രവർത്തന മാർഗവും കൂടി പഠിക്കണം എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം ജമാഅത്തിന്റെ ഭരണഘടനയെന്ന് മനസ്സിലാക്കുക. ജമാഅത്തെ ഇസ്ലാമിയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം ജമാഅത്ത് ഭരണഘടനയിൽ നിന്ന് മനസ്സിലാക്കുക. ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യവും ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ നിന്നോ മറ്റു പുസ്തകങ്ങളിൽ നിന്നോ മനസ്സിലാക്കുക. എന്നിട്ട് ഇവരുടെ പ്രവർത്തന മാർഗം ബോംബ് വെക്കലാണ് എന്ന് നിങ്ങൾ സ്വയം അങ്ങ് തീരുമാനിക്കുക. അങ്ങനെയാണോ? ഈ പ്രസ്ഥാനത്തെ കുറച്ചുകൂടി സൂക്ഷ്മമായി അടുത്തറിഞ്ഞ് മനസ്സിലാക്കാൻ ഉള്ള ഒരു പ്രേരണ, ഉള്ള ഒരു നിമിത്തം, ഉള്ള ഒരു അവസരം, അതിനുള്ള ഒരു സന്ദർഭം സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് കാണുന്നത്. ആ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതിനനുസരിച്ചിരിക്കും അതിൻ്റെ ഫലം എന്നാണ് അതേപ്പറ്റി എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ജീവിതത്തെ സമഗ്രമായി കാണുന്ന ഒരു ഇസ്ലാമിക ദർശനത്തെ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനമാണ്. ആ ജീവിതത്തിന്റെ ഭാഗമാണ് രാഷ്ട്രീയമെങ്കിൽ അത്രയും അളവിൽ ജമാഅത്ത് ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ടാവും. ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ടെങ്കിൽ അത്രയും അളവിൽ ജമാഅത്ത് ഇസ്ലാമിയിലും രാഷ്ട്രീയമുണ്ടാവും. പക്ഷേ നിങ്ങളെല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഏതോ ഒരു ലിവർ സുബൈ നമസ്കാരം കഴിഞ്ഞിട്ട് ഇതിൻ്റെ അഖിലേന്ത്യാമീർ ബിസ്മി ചൊല്ലിയിട്ട് ഇങ്ങോട്ട് താഴ്ത്തുന്നതോടെ നിലവിലുള്ള മനുഷ്യനിർമ്മിത വ്യവസ്ഥകളൊക്കെ അങ്ങ് ഓഫായി പോകുമെന്നും വേറെ ഒരു ലിവർ ബിസ്മി പൊക്കി ചൊല്ലിയിട്ട് അങ്ങ് പൊക്കുന്നതോടുകൂടി ഇസ്ലാമിക സ്റ്റേറ്റ് വന്നു പോകുമെന്നും സഖാക്കളെ നിങ്ങൾ പേടിക്കണ്ട. അതിനെപ്പറ്റിയൊക്കെ 1-ാം തീയതി തന്നെ സയ്യിദ് അബുൽ അല മൗദൂദി പറഞ്ഞിട്ടുണ്ട്. ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന രീതി ജനാധിപത്യപരമായിരിക്കും. കാരണം മനുഷ്യ മനസ്സുകളിൽ മാറ്റങ്ങളില്ലാത്ത ഒരു മാറ്റവും സ്ഥായിയായിട്ട് നിലനിൽക്കില്ല. അമേരിക്കയിൽ മദ്യം നിരോധിച്ചതിൻ്റെ കഥയുണ്ട്, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അപ്പൊ സാമൂഹിക മാറ്റം ഞങ്ങളുടെ ലക്ഷ്യമാണ്, സംശയം വേണ്ട. ആ സാമൂഹിക മാറ്റം നന്മേച്ചുക്കളെ കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള മാറ്റമാണ്. മഅറൂഫ് എന്നത് മതങ്ങൾക്കപ്പുറത്ത് എല്ലാ മനുഷ്യരും കൊണ്ട് നടക്കുന്ന മൂല്യങ്ങളാണെങ്കിൽ ആ മൂല്യങ്ങൾ മനുഷ്യരിലേക്ക് ലഭിക്കുന്നത് പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ നാഥനിൽ നിന്നാണെങ്കിൽ ദൈവനാഥനോട്, അതാണ് നേരത്തെ പറഞ്ഞ ആയത്തിന്റെ ഒന്നുകൂടി ഞാൻ പറയാം. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വ തൻഹൗന അനിൽ മുൻകർ വ തുഅ്മിനൂന ബില്ലാഹ്. നിങ്ങൾ മഅറൂഫിൽ വിശ്വസിക്കുന്നു, നിങ്ങൾ മഅറൂഫിനെ പ്രതിനിധീകരിക്കുന്നു, നിങ്ങൾ മുൻകറിനെ നിരാകരിക്കുന്നു. ഇതിന്റെ രണ്ടിന്റെയും അധികാര
ഉറവിടമായ പ്രപഞ്ചനാഥനിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. അതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ സംസ്കാരം. അതേക്കുറിച്ച് ഇനിയും പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വൈകിയ വേളയിൽ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാതെ ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. പ്രപഞ്ചനാഥൻ്റെ പേരിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുച്ചരിച്ചുകൊണ്ട് ഔപചാരികമായി ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഇത്രയും സമയം ശ്രദ്ധിച്ചവർക്ക് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള ഘടകത്തിൻ്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് പ്രപഞ്ചനാഥൻ നമ്മെ ഇരുലോകത്തും വിജയിപ്പിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ വആഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.